ഈ ഭീകരവാദത്തിനെതിരായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയമാണ് പ്രഹാർ. പ്രഹാറിൻ്റെ അർത്ഥം തന്നെ ആക്രമണം എന്നാണ്. ഈ പ്രഹാറിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങൾ നോക്കുമ്പോൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഇനി ഭീകരവാദത്തെ നേരിടുന്നത് കേവലം തോക്കുകൊണ്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ടും മാനുഷികപരമായിട്ടും ഒക്കെയുള്ള പ്രത്യേക നയപരിപാടി കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പി തന്നെ പറയുന്നത് പ്രിവെൻഷൻ എന്നാണ്. ഈ ഭീകരവാദത്തിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെയും ഇന്ത്യൻ താല്പര്യങ്ങളെയും സംരക്ഷിക്കുക എന്നാണ്. ഒരു സംഭവം കഴിഞ്ഞ ശേഷമാണ് അതിനുള്ള സൊല്യൂഷനായി ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി അതിന് മുമ്പ് തന്നെ, സംഭവം നടക്കുന്ന മുമ്പ് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങളും ഇന്ത്യയുടെ മനുഷ്യജീവനൊക്കെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ ഈ പ്രിവെൻഷനിലുണ്ടാകും. ആറെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് എന്നാണ്. അതായത് ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ചടിക്കുന്ന നയമാണ് ഉദ്ദേശിക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞാൽ എഗ്രഗേറ്റിംഗ് എന്ന് പറയും. അതായത് ഏകോപിപ്പിക്കുക. അതായത് സൈന്യം മാത്രമല്ല, പോലീസിനെയും ഇൻ്റലിജൻസിനെയും അതുപോലെ മറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇനി ഭീകരവാദത്തെ നേരിടുക എന്നതാണ് അടുത്ത നയം. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സാണ് ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യജീവന അപകടം വരുമൊക്കെ ആണെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ അവകാശങ്ങളിൽ നഷ്ടപ്പെടുത്താതെ തന്നെ ആ ആക്രമണം നടത്തുക, തിരിച്ചടിക്കുക എന്നതാണ് ഈ എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് എയിൽ ഒരു എ അറ്റനേറ്റിംഗ് എന്ന് പറയും. അതായത് ദുർബലപ്പെടുത്തൽ. ഈ ഭീകരവാദിയിൽ കിട്ടുന്ന പണമുണ്ടല്ലോ, ആ പണം സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തടയൽ, അതൊക്കെ ഇല്ലാതാക്കൽ, മുളയിലെ നുള്ളിക്കഴിയുന്ന ഒരു സംവിധാനം കൂടി, ആ നയം കൂടി ഇതിൽ വരും. പിന്നെ ഈ ഭീകരവാദത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങൾ സംസാരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സംവിധാനമാണ് വേറെ നയം. പിന്നെ റിക്കവറിയാണ്. ഒരു സംഭവം നടന്ന ഉടൻ തന്നെ അപ്പം തന്നെ അവിടെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു സംവിധാനം കൂടി സർക്കാർ ഏറ്റെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഭീകരവാദത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തിയ ഏറ്റവും അനുയോജ്യമായ, ഈ കാലഘട്ടത്തെ ഏറ്റവും അനുയോജ്യമായ പരിപാടിയാണ്, ഒരു നയമാണ് പ്രഹാർ. അമേരിക്ക നടപ്പാക്കിയ പരിപാടിയാണ് കോൺട്രസ്റ്റ്. ആ കോൺട്രസ്റ്റ് എന്ന സംഭവം വെച്ചാൽ ഈ ഭീകരവാദികൾ എപ്പോഴാണ് നമ്മളെ ആക്രമിക്കുന്നത് അതിനുശേഷം അതിനെ പിന്തുടർന്നുകൊണ്ട് അവരെ അപ്പം തന്നെ പിടികൂടുക എന്നതാണ് നയമാണ് അമേരിക്ക ഉണ്ടായിരുന്നത്. അതേപോലത്തെ നയമാണ് ഇവിടെയും ഇപ്പോൾ ഇന്ത്യയും ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്തായാലും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഭീകരവാദികളെ തകർക്കാൻ വേണ്ടി ഇന്ത്യ കണ്ടെത്തിയ ഏറ്റവും നല്ല ഉപാധിയാണിത്. ഇത് നാളെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും.